നമ്മൾ ട്രൂ ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം. സോ നമുക്കറിയാം ഇത് വി പി ആണ്, എച്ച് പി ആണ്. നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, സോ ട്രൂ ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ നമ്മൾ ഓൾറെഡി ട്രൂ ലെങ്ത് ഒക്കെ എന്താണെന്ന് പറഞ്ഞതാണ്. അതായത് ഒരു ലൈൻ ഇവിടെ, അതായത് ഒരു ലൈൻ നമ്മൾ ഈ എച്ച് പി വി പി പ്ലെയിനിൽ വെക്കുകയാണ്. സോ ആ ഒറിജിനൽ ലെങ്ത്തിൻ്റെ അതേ വ്യൂ തന്നെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പ്ലെയിനിൽ കിട്ടുന്നത്. അതായത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ, അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് വ്യൂ. പ്ലെയിൻ ഇപ്പോൾ ഇവിടെയാണ് ആ ലൈൻ ഇരിക്കുന്നതെങ്കിൽ ആ ലൈനിൻ്റെ നമുക്ക് ഫ്രണ്ട് വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതുപോലെ ഇതിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ വ്യൂവിൽ നമ്മൾ കാണുന്ന ലെങ്ത്തും ഈക്വൽ ആണെങ്കിൽ ഇതിനെ നമ്മൾ ട്രൂ ലെങ്ത് എന്ന് വിളിക്കും. ഈ ഒറിജിനൽ ലെങ്ത്തിന് സെയിം ആണ് ഈ ലെങ്ത് എങ്കിൽ നമ്മൾ അതിനെ ട്രൂ ലെങ്ത് എന്ന് വിളിക്കും. ഇതൊക്കെ ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സോ നമ്മളിപ്പോൾ അടുത്തതിലേക്ക് വന്നിരിക്കുന്നത് എന്താണ്, ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ പറ്റി നോക്കാം. സോ ഇവിടെ പറയുന്ന സെന്റൻസ് എന്ന് പറയുന്നത് when a line is inclined to one plane, അതായത് when a line is inclined to one plane, then the view of the line projected on the other plane will be inclined to the reference line. സോ നമുക്കറിയാം നമ്മുടെ വി പി എച്ച് പിയിലെ റെഫറൻസ് ലൈൻ എന്ന് പറയുന്നതാണ് ഈ പോർഷൻ അല്ലേ. ഈ പോർഷനാണ് നമ്മുടെ റെഫറൻസ് ലൈൻ. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് വരയ്ക്കാം, റെഫറൻസ് ലൈനിനെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, നമ്മൾ റെഫറൻസ് ലൈനിനെ വരച്ചു. അതിന് നമുക്ക് എക്സ് വൈ എന്ന നെയിം കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇവർ പറയുന്ന കണക്ക് when a line is inclined to one plane, നമുക്ക് ഏത് പ്ലെയിൻ വേണമെങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടൊരു ലൈൻ ഞാൻ വരച്ചു. ആ ലൈന് ഞാൻ ഒരു നെയിമിങ് കൂടെ കൊടുക്കാം, എ ബി എന്ന്. എ ബി. സോ നമുക്കത് ഇതിൻ്റെ ഒരു കാര്യം അറിയാം, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ അല്ലേ. ഫ്രണ്ട് വ്യൂ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എവിടെയാണ്, വി പിയിലാണ് അത് കിട്ടുന്നത്. ഇതിൻ്റെ ടോപ്പ് വ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എച്ച് പിയിൽ നമുക്ക് കിട്ടും. സോ ഇവർ പറഞ്ഞ കണക്ക് when a line is inclined to one plane, അതായത് ഒരു പ്ലെയിന് ഇൻക്ലൈൻഡ് ആണ് അല്ലേ. ഈ പ്ലെയിനാണ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. എച്ച് പിക്ക് ഇൻക്ലൈൻഡ്, ഇത്ര ആംഗിൾ ഇൻക്ലൈൻഡ് ആയിട്ടാണ് എ ബി ലൈൻ വെച്ചിരിക്കുന്നത്. സോ then the view of the line projected on the other plane, എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഈ ലൈൻ ഇരിക്കുന്നതെങ്കിലും ഇതിന്റെ വ്യൂ നമുക്ക് ലഭിക്കുന്നത് എവിടെയാണ്, വി പിയിലാണ് ലഭിക്കുന്നത് അല്ലേ. നമുക്ക് അതിന്റെ വ്യൂ ഒന്ന് വരച്ചു നോക്കാം. സോ നമ്മൾ ഇതിന്റെ ലൈന് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പ്രൊജക്ടർ ലൈൻ വരച്ചു കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ഹാൻഡ് സ്കെച്ച് ആണ്. സോ നമുക്ക് ഈ മോഡലിൽ അതിന്റെ വ്യൂ ഇവിടെ ലഭിക്കുന്നുണ്ട് അല്ലേ. ഇതേപോലെ തന്നെ ഇവിടെ നമ്മൾ പ്രൊജക്ട് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ അതിന്റെ ലൈൻ കിട്ടും. സോ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് ഇപ്പം ഇൻക്ലൈൻ ടു എച്ച് പി ആയിരുന്നു എങ്കിലും ഇതിന്റെ വ്യൂ നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് വി പിയിലാണ് അല്ലെ. ഇൻക്ലൈൻ ടു എച്ച് പി ആണ്, പക്ഷേ ഇതിന്റെ വ്യൂവിൽ നമുക്ക് അതർ പ്ലെയിനിൽ കിട്ടിയത് ഇൻക്ലൈൻഡ് ആയിട്ടാണ്. സോ when a line is inclined to one plane, അതായത് ഒരു പ്ലെയിനിന് ഒരു ലൈൻ ഇൻക്ലൈൻഡ് ആണ്, then the view of the line, അതായത് ഈ വ്യൂവിന്റെ, അതായത് ഈ ലൈനിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ലൈൻ പ്രൊജക്റ്റഡ് ഓൺ ദി അതർ പ്ലെയിൻ, ഈ പ്ലെയിനിലാണ് ഇതിന്റെ വ്യൂ പ്രൊജക്റ്റ് ആയിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ഇൻക്ലൈൻ ടു ദി റെഫറൻസ് ലൈൻ. അപ്പോൾ നമുക്ക് ഇതിന്റെ വ്യൂ ഒന്ന് വരച്ച് നോക്കിയാലോ. എക്സ് വൈ ലൈൻ എടുക്കുന്നു. എക്സ് വൈ ലൈനിൽ നമുക്കറിയാം ഇതാണ് വി പി, ഇത് അതിന്റെ എച്ച് പി ആണ്. സോ ഇത്ര ഹൈറ്റിലാണ് ഈ ലൈൻ ഇവിടെ നിന്നും ഉണ്ടായിരുന്നത്. അതേ ഹൈറ്റ് തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് തന്നെ ഇവിടെ കൊണ്ടുവരികയാണ്. സോ നമുക്ക് ആ ഹൈറ്റ് പോയിന്റ് ചെയ്ത് കിട്ടി, നമ്മൾ ആ ഇൻക്ലിനേഷൻ വരച്ചു. ഓക്കെ, ഇതിന്റെ ബാക്കി നമ്മൾ വരയ്ക്കുന്നില്ല. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റിലാണ് ഇൻക്ലിനേഷൻ സ്റ്റാർട്ട് ചെയ്തത്. സോ നമുക്ക് ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയേ. അതായത് ഇവിടെ ഒരു ലോക്കസ് വരയ്ക്കുക. ഓക്കെ, അതായത് ഈ ഡിസ്റ്റൻസ് ആണ്, അതായത് ഈ റെഫറൻസ് ലൈനിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഹൈറ്റ് ആണ് നമ്മൾ എടുത്തത്. അത് ഇവിടം വരെ ഉണ്ട്. ഓക്കെ, അതിലൂടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു ലൈനിന്റെ വ്യൂ ഇതാണ്. സോ ആ വ്യൂ നമുക്ക് അവിടെ കിട്ടിയ ഒരു ലൈനുമായിട്ട് എന്താണ്, ഒരു ആംഗിൾ മെയ്ഡ് ആയിട്ടുണ്ട്, ഒരു ആംഗിൾ ക്രിയേറ്റ് ആയി അല്ലേ. നമ്മൾ ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയേ, സെയിം ആംഗിൾ തന്നെ അല്ലേ. സോ when a line is inclined to one plane, then the view of the line projected on the other plane will be inclined to the
റെഫറൻസ് ലൈൻ. റെഫറൻസ് ലൈനിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് എന്ത് വരുന്നത്, അതിന്റെ വ്യൂ വരുന്നത്. അതായത് വേറൊരു പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിട്ട് നിന്ന ലൈൻ, അതിന്റെ വ്യൂ നമുക്ക് ലഭിക്കുന്നത് വേറൊരു പ്ലെയിനിലാണ്. ആ പ്ലെയിനിലെ വന്ന ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻക്ലൈൻഡ് ടു ദി റെഫറൻസ് ലൈൻ ആയിരിക്കും. അപ്പം ഇതിനെ ഇൻക്ലിനേഷൻ നമ്മൾ ട്രൂ ഇൻക്ലിനേഷൻ എന്ന് വിളിക്കും. നമ്മൾ ട്രൂ ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ കണ്ടു. അപ്പം അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് പോയിന്റുകൾ നമുക്ക് പറയാനുണ്ട്. അതായത് രണ്ട് പ്ലെയിനിലും നമ്മൾ മെൻഷൻ ചെയ്യുന്ന ആംഗിളിന് നമ്മൾ തീറ്റ എന്നും ഫൈ എന്നുമാണ് പറയുന്നത്. സോ അത് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ നെയിമിംഗ് കൊടുക്കുന്നു എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ലൈനിൽ പറയുന്നത്, ഇഫ് ദ ലൈൻ ഈസ് പാരലൽ ടു വി പി and inclined theta to HP, then the inclination of theta known as true inclination with HP and it always marked in the front view. നമ്മൾ ട്രൂ ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ നേരത്തെ പഠിച്ചപ്പോൾ നമ്മൾ ഈ ഒരു കേസാണ് വരച്ചിരുന്നത്. ഓക്കെ, അപ്പം ഞാൻ അവിടെ അറിയേണ്ടത് തീറ്റ എഴുതാൻ ചെന്നു. അതിനുശേഷം ഞാനത് പറഞ്ഞില്ലാത്തത് കൊണ്ട് തീറ്റ ഞാൻ ഇറൈസ് ചെയ്തിട്ട് ആംഗിളിൽ നിന്ന് മാത്രം എഴുതുമായിരുന്നു. ശ്രദ്ധിച്ചാൽ അറിയാം, വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, മുന്നോട്ട് പ്രോട്ടോക്കെ അറിയാം. സോ നമ്മുടെ ഈ കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. അതായത് വി പി എച്ച് പി പ്ലെയിൻ, ആ വി പി എച്ച് പി പ്ലെയിനിൽ ഒരു ലൈൻ ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുവാണ്. ആർക്ക്? എച്ച് പിക്ക്. അതായത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ലൈൻ കുറച്ച് ഉയരത്തിലേക്കാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഇൻക്ലൈൻഡ് ആയിട്ടാണ്. സോ ഇൻക്ലൈൻഡ് ടു എച്ച് പി ആണ്. അപ്പം ആ ഇൻക്ലൈൻഡ് ടു എച്ച് പി ആകുമ്പോൾ എത്ര ഡിഗ്രി ആംഗിൾ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? തീറ്റ ഡിഗ്രി ടു എച്ച് പി. സോ ആ പാരലൽ ടു വി പി ആണ് അല്ലെ ആ ലൈൻ. ഇവിടെ നോക്കി അറിയാം, ഈ ലൈൻ എന്ന് പറയുന്നത് വി പിക്ക് പാരലാണ് അല്ലെ, ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. രണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഫ്രീ ഹാൻഡ് സ്കെച്ച് ആയതുകൊണ്ട് ഇതിൽ ഡയമെൻഷൻസ് കുറച്ച് വ്യത്യാസമായിട്ട് കാണും. കൺസെപ്റ്റിൽ തെറ്റണ്ട. പാരലൽ ടു വി പി ആണ് ഈ ലൈൻ പാരലായിരുന്നു, അതായത് വി പിയിലുള്ള ലൈൻ പാരലാണ്. ഇൻക്ലൈൻഡ് തീറ്റ ടു എച്ച് പി, ഈ എച്ച് പിക്ക് ഇവിടെ നോക്കി അറിയാം ഒരു ആംഗിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഈ ലൈൻ ഇങ്ങനെ വെച്ച് നോക്കി അറിയാം, കണ്ടോ, ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ആയിരിക്കുന്നു. സോ ഇഫ് ദ ലൈൻ ഈസ് പാരലൽ ടു വി പി, അതായത് ഈ ലൈൻ ഈ വി പിക്ക് പാരലും ഇൻക്ലൈൻഡ് തീറ്റ ഡിഗ്രി ടു എച്ച് പി, ഈ എച്ച് പിക്ക് തീറ്റ ഡിഗ്രി ആണ് ലൈൻ നിൽക്കുന്നതെങ്കിൽ then the inclination theta known as true inclination with HP, അതായത് true inclination with HP and it always marked in the front view. നമുക്കറിയാം ഈ വ്യൂ, അതായത് നമ്മൾ ഇവിടെ നിന്നും ഒബ്സർവർ നോക്കുന്നു, ഒബ്സർവറിന്റെ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് എവിടെ കിട്ടുക? വി പിയിലാണ് കിട്ടുന്നത് അല്ലേ. അപ്പൊ നേരത്തെ നമ്മളൊരു മോഡൽ പറഞ്ഞിരുന്നു, എക്സ് വൈ റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു, എബോവ് ഉള്ളത് വി പി ആണ്, താഴെയുള്ളത് എച്ച് പി ആണ്. ഈ ലൈൻ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആണ്, ഇത്ര ഹൈറ്റിലാണ്. അപ്പൊ ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ എ പോയിന്റ് മുതൽ ഈ അതായത് സ്മോൾ എ മുതൽ ക്യാപിറ്റൽ എ വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അത് തന്നെയാണ് നമ്മൾ റെഫറൻസ് ലൈനിലൂടെ മാർക്ക് ചെയ്തിരിക്കുന്നത്, എ ഡാഷ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആ എ ഡാഷിന്റെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഒരു ലോക്കസ് ലൈൻ വരയ്ക്കുന്നു. ആ ലൈനിൽ നിന്ന് എത്ര ഡിഗ്രി ആംഗിൾ ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നു, അതളന്നു നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലൈൻ വരയ്ക്കുന്നു. അതായത് എ ബി എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂ ലഭിച്ച എ ഡാഷ് ബി ഡാഷ് എന്നത് നമ്മൾ വരയ്ക്കുന്നു. സോ ഇവിടുത്തെ ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തീറ്റ ആംഗിൾ എന്ന് വിളിക്കുന്നത്. സോ ലൈൻ പാരലൽ ടു വി പി ആൻഡ് ഇൻക്ലൈൻഡ് തീറ്റ ഡിഗ്രി ടു എച്ച് പി. ഇൻക്ലിനേഷൻ ഓഫ് തീറ്റ എന്ന് പറയുന്നത് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് മാർക്ക്ഡ് ഇൻ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂയിലൂടെ കാണുമ്പോൾ, അതായത് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഇൻക്ലിനേഷൻ കാണുന്നത്. ആ ഇൻക്ലിനേഷന്റെ ആംഗിളിനെ നമ്മൾ തീറ്റ ആംഗിൾ വിളിക്കും. സോ ഇതേ കണ്ടീഷൻ നമ്മൾ നെക്സ്റ്റിലേക്ക് വരുവാണ്. അതായത് ഇഫ് ദ ലൈൻ ഈസ് പാരലൽ ടു എച്ച് പി, നേരത്തെ നമ്മളിപ്പോ ഈ ലൈൻ പാരലൽ ടു വി പി ആണ് കണ്ടത്, ഇനി ഈ ലൈൻ എന്താണ്? പാരലൽ ടു എച്ച് പി ആണ്. ആൻഡ് ഇൻക്ലൈൻഡ് 5 ടു വി പി, അതായത് 5 ഡിഗ്രി. അപ്പം ഈ എച്ച് പിക്കാണ് പാരലൽ എങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഇതിന്റെ ടോപ്പ് വ്യൂ അല്ലെ, നമ്മൾ ടോപ്പ് വ്യൂ ആണ് നോക്കുന്നത്. ടോപ്പ് വ്യൂ നോക്കുമ്പോഴേക്കും നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഈ ലൈൻ ഇതിന് പാരലൽ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് വ്യൂ നമ്മൾ നോക്കുകയാണ് അല്ലെ, ഫ്രണ്ട് വ്യൂ നമ്മൾ നോക്കുക.
ഫ്രണ്ട് വ്യൂ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇതിന് ഒരു ലൈൻ നമുക്കിവിടെ ലഭിക്കും അല്ലെ, അതിന് ആംഗിൾ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ അല്ലെ, ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഈ എച്ച് പി അപേക്ഷിച്ചിട്ട് എന്താണ് ഇവിടെ ഒരു ലൈൻ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, റെഫറൻസ് ലൈൻ എടുക്കുകയാണ്. റെഫറൻസ് ലൈൻ നമുക്കറിയാം ഇതിപ്പോ എന്താണ് എച്ച് പിയിലുള്ള ആംഗിൾ ആണ് ക്രിയേറ്റ് ആയിരിക്കുന്നത് അല്ലെ. അതായത് ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചു നോക്കി അറിയാം, ഇഫ് ദ ക്വസ്റ്റ്യൻ അല്ല, ആ കണ്ടീഷൻ വായിച്ചു നോക്കി അറിയാം. ഇഫ് ദ ലൈൻ ഈസ് പാരലൽ ടു എച്ച് പി and inclined theta 5 degree to VP, then the inclination phi is known as the true inclination with VP and always marked in the top view. അതായത് ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഈ വ്യൂ ലഭിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യും. ആ ഡിസ്റ്റൻസ് തന്നെയാണ് എന്ത് ഇവിടെ മാർക്ക് ചെയ്യുന്നത്, ഇവിടെ മാർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കാണാം. സോ നമ്മൾ ഇതെന്താണ്, ഇതിന്റെ ടോപ്പ് വ്യൂ ആണ്. സോ സ്വാഭാവികമായിട്ട് ഇതിന്റെ താഴേക്ക് ഇത്ര ഡിസ്റ്റൻസിൽ ഇത്ര ആംഗിളിൽ നമുക്ക് അവിടെ ഇത് കിട്ടി അല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ ഫൈ എന്ന് വിളിക്കും. സോ മനസ്സിലാക്കുക, വി പിയിൽ വരുന്ന ഇൻക്ലിനേഷനിലെ ആംഗിളിനെ നമ്മൾ തീറ്റ എന്നും അതുപോലെ തന്നെ എച്ച് പിയിൽ വരുന്ന ആംഗിളിനെ നമ്മൾ ഫൈ എന്നും വിളിക്കും. അതിന്റെ കണ്ടീഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇഫ് ലൈൻ ഈസ് പാരലൽ ടു വി പി, വി പിക്ക് പാരലൽ ആയിട്ടാണ് ഈ ലൈൻ എങ്കിൽ ഇൻക്ലൈൻഡ് തീറ്റ ഡിഗ്രി ടു എച്ച് പി, എച്ച് പിക്ക് ഇത്ര ഡിഗ്രി തീറ്റ ആംഗിളാണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ നമ്മൾ നേരത്തെ ഇവിടെ വരച്ചിരുന്നു, അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ തീറ്റ എന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നെക്സ്റ്റ് കണ്ടീഷനിൽ ഇഫ് ലൈൻ ഈസ് പാരലൽ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻഡ് ഫൈ ടു വി പി, then inclination of phi is known as the true inclination with VP and always marked in the top view. അല്ലെ, നമുക്ക് ഇവിടെ അറിയുന്നത് ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് വ്യൂ ചെയ്യുന്നതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. കാരണം എന്താ, വി പിയിലാണ് ഇത് ലഭിക്കുന്നത്. ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ പോർഷനിലാണ് അല്ലെ. അപ്പൊ ഇവിടെ സെക്കൻഡ് കണ്ടീഷന്റെ കേസിൽ ഇവിടെയാണ് തീറ്റ ആംഗിൾ വരുന്നത്. ആംഗിളിനെ നമ്മൾ ഫൈ എന്ന് വിളിക്കുന്നു. അപ്പം ടോപ്പിൽ വരുന്ന, അതായത് നമ്മുടെ വി പിക്ക് പാരലും ഇൻക്ലൈൻ ടു എച്ച് പി വരുന്ന കണ്ടീഷനിൽ ഇവിടുത്തെ ആംഗിളിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് തീറ്റ എന്നും, അതുപോലെ തന്നെ ലൈൻ ഈസ് പാരലൽ ടു എച്ച് പി ആൻഡ് ഇൻക്ലൈൻഡ് 5 ഡിഗ്രി ടു വി പി ആണെങ്കിൽ നമ്മൾ ആ ആംഗിൾ മാർക്ക് ചെയ്യുന്നത് എച്ച് പിയിലാണ്. എച്ച് പി എന്ന് പറയുന്നത് അതിന്റെ ടോപ്പ് വ്യൂ ആണ്, മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ്. അത് നമ്മൾ എക്സ് വൈ ലൈനിൽ താഴെയാണ് വരയ്ക്കുന്നത്. സോ ഈ ആംഗിൾ മനസ്സിലാക്കി വെക്കുക.